അഞ്ചാം ക്ലാസ്സിലെ ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്താലോ? തുടങ്ങാം അല്ലേ? അപ്പൊ ആദ്യം തന്നെ സാമാന്യ നിർദ്ദേശമാണ്. അതിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. 15 മിനിറ്റ് का കൂൾ ഓഫ് ടൈം പ്രശ്നപത്ര വാചൻ के लिए है. 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ചോദ്യ പേപ്പർ വായിക്കാനാണ്. പിന്നെ ഗതിവിധി ഏക് का उत्तर लिखना अनिवार्य है. ഒന്നാമത്തെ ആക്ടിവിറ്റിയുടെ ഉത്തരം നിർബന്ധമായും എഴുതണം. 2 से 6 तक की गतिविधियों में से किन्हीं 4 के उत्तर लिखी. 2 മുതൽ 6 വരെയുള്ള ആക്ടിവിറ്റികളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതാം. അപ്പോ ഒരു ആക്ടിവിറ്റി നമുക്ക് വിടാം അല്ലേ? നമുക്ക് ആക്ടിവിറ്റി 1 ഗതിവിധി 1 നോക്കാം. സൂചന ഖണ്ഡ് പഠേ और प्रश्नों के उत्तर लिखे. ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്, അത് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. एक केंकड़ा था, उसको प्यास लगी, वह पानी पीने तालाब गया. तालाब में एक कछुआ, एक मेंढक और एक मछली रहते थे. मेंढक ने केंकड़े को डरा दिया, मछली ने उसे पानी पिलाया. അപ്പൊ നോക്കൂ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കേങ്കടയ്ക്ക് ദാഹിച്ചു അല്ലെ? അപ്പൊ ദാഹിച്ച സമയത്ത് വെള്ളം കുടിക്കാനായി എവിടേക്കാണ് പോകുന്നത്? താലാബ് ഗയ, കുളത്തിലോട്ട് പോയി. താലാബ് മേ ആരൊക്കെയാണ് കുളത്തിലുള്ളത്? കച്ചുവ, മേണ്ടക്, മച്ചലിയാണ് ഉള്ളത് അല്ലെ? അപ്പൊ മേണ്ടക്നെ കേങ്കടേക്കു ഡരാദിയ. അപ്പൊ നമ്മുടെ തവള മേണ്ടക് എന്താ ചെയ്യുന്നത്? കേങ്കടേനെ പേടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? മച്ചലിനെ ഉസേ പാനി പിലായ, നമ്മുടെ മച്ചലിയാണെങ്കിലോ വെള്ളം കുടിപ്പിക്കുകയും ചെയ്തു. അപ്പൊ ഇതാണ് ഈ പാരഗ്രാഫിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. കിസ്കോ പ്യാസ് ലഗി? ബന്ധർ കോ, ജിറാഫ് കോ, കേങ്കടേ കോ, ഷേർ കോ. അപ്പൊ ആർക്കാണ് ദാഹിച്ചത്? അപ്പൊ 4 ഓപ്ഷൻ ഞാൻ വായിച്ചല്ലോ. ബന്ധർ വായിച്ചു, ജിറാഫ് വായിച്ചു, കേങ്കടേ കോ, ഷേർ കോ. ആർക്കാണ് ദാഹിച്ചത്? അപ്പൊ നമുക്ക് ആദ്യത്തെ സെന്റൻസ് നോക്കൂ. ഏക് കേങ്കടാ താ, ഉസ്കോ പ്യാസ് ലഗി. അപ്പൊ ആർക്കാണ് ദാഹിച്ചത്? കേങ്കടേ കോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കോൺ ഡർ ഗയ, ആരാണ് പേടിച്ചത്? മേണ്ഡക്, കേങ്കട, മച്ചലി, കച്ചുവ. ആരാണ് പേടിച്ചത്? നമ്മൾ വായിച്ചു നോക്കിയാൽ മതി. ആ പാരഗ്രാഫ് കൃത്യമായി വായിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് അറിയാം ആരാണ് പേടിച്ചത്. അപ്പോ നമ്മൾക്ക് ഉത്തരം എന്താണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അതില് മേണ്ടക് കേങ്കടേക്കു ഡറാദിയ. അപ്പൊ ആരാണ് പേടിച്ചത്? നമ്മുടെ കേക്കട. ഉത്തരം കേക്കട. മൂന്നാമത്തെ നോക്കാം. കേക്കട ക്യോം താലാബ് ഗയ, എന്തിനാണ് കുളത്തിലോട്ട് നമ്മളുടെ കേക്കട പോയത്? പാനി പീനേക്കോ, നഹാനേക്കോ, ആരാം കരനേക്കോ, ഖേൽനേക്കോ. എന്തിനാ പോയത്? വെള്ളം കുടിക്കാനല്ലേ? അപ്പൊ നമുക്ക് ആൻസർ എന്താ വരിക? പാനി പീനേക്കോ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മച്ചലി നെ ക്യാ കിയ, മച്ചലി എന്താണ് ചെയ്തത്? ഡറാ ദിയ, ഭഗാ ദിയ, പാനി ദിയ, ഫേങ്ക് ദിയ. എന്താണ് ചെയ്തത്? പാനി ദിയ. ഇനി അഞ്ചാമത്തെ സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. तालाब में मेंढक, केकड़ा और मछली रहते थे. രണ്ടാമത്തേത് നോക്കൂ. तालाब में मेंढक, कछुआ और मछली रहते थे. तालाब में केकड़ा, मछली और कछुआ रहते थे. तालाब में केकड़ा, मेंढक, कछुआ रहते थे. ഏതാണ് ഇതിൽ ശരി? तालाब में मेंढक, कछुआ और മച്ചലി रहते थे. അതാണ് ശരിയായ ആൻസർ. നമുക്ക് രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കിയാലോ. സൂചന ചിത്ര ദേഖേ और उचित वाक्य चुनकर लिखे. ചിത്രം നോക്കി ഉചിതമായ സെന്റൻസ് എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, അതില് ഒന്നാമത്തെ ചിത്രം 2, 3, 4, 5 അങ്ങനെ 5 ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ? അതേപോലെ അതിന് താഴെ ഒരു ബോക്സില് 5 സെന്റൻസും തന്നിട്ടുണ്ട്. അപ്പൊ ചിത്രം നോക്കുക, ശരിയായ സെന്റൻസ് എടുത്ത് എഴുതുക മാത്രം നമ്മൾ ചെയ്താൽ മതി അല്ലെ? അപ്പൊ ആദ്യത്തെ ചിത്രം ഒരു കുട്ടി, വീട്, ഇതൊക്കെയാണ് കാണുന്നത് അല്ലെ? അപ്പൊ നമുക്ക് ഒന്നാമത്തേത് ശരിയായ ആൻസർ ഏതാ വരിക? അമൻ കാ ഘർ
നദി കി കിനാരെ പർ ഹെ. അമന്റെ വീട് നദീ തീരത്താണ്. ഇനി രണ്ടാമത്തെ ചിത്രം നോക്കൂ. ആ നദിക്കരയില് കുറച്ചു ജലമുർഗി കുഞ്ഞുങ്ങളും ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് രണ്ടാമത്തേത് ഏതാണ് ആൻസർ വരിക? വഹാ ജലമുർഗിയോ കാ ഏക് പരിവാർ രഹത്താ ഥാ. ഇനി മൂന്നാമത്തെ ചിത്രം നോക്കൂ. ഈ ജലമുർഗികളെല്ലാം വീടിനുള്ളിലോട്ടാണ് കയറുന്നത് അല്ലെ. അപ്പൊ ഏതാണ് വരിക? ഏക് ദിൻ ജലമുർഗിയോം കി ചൂസെ. ജലമുർഗിയോം കി ചൂസെ എന്ന് പറഞ്ഞാൽ ആ ജലമുർഗിയുടെ കുഞ്ഞുങ്ങളാ. ജലമുർഗിയോം കി ചൂസെ ഘർ മേ ഘുസ് ഗയേ. ഇപ്പൊ കുഞ്ഞുങ്ങളാണ് വീടിനുള്ളിലോട്ട് കയറിയത് അല്ലെ. ഇനി നാലാമത്തെ ചിത്രം നോക്കൂ. ജലമുർഗിയുടെ കുഞ്ഞുങ്ങളും ഉണ്ട്, ഒരു പൂച്ചയും ബാക്കിൽ ഉണ്ട് അല്ലെ. അപ്പൊ എന്താണ് ആൻസർ വരിക? ഏക് ബില്ലി ചൂസെ കോ പകഡ്നെ ആയി. അപ്പൊ ഈ പൂച്ച ഈ ജലമുർഗി കുഞ്ഞുങ്ങളെ പിടിക്കാനായിട്ടാണ് ഉള്ളിലോട്ട് കയറുന്നത്. അപ്പൊ എന്താ വരിക എഴുതേണ്ടത്? ഏക് ബില്ലി ചൂസെ കോ പകഡ്നെ ആയി. ഇനി അടുത്തത് 5. അഞ്ചാമതേ നോക്കൂ. പേടിച്ച് നദിക്കരയിലോട്ട് ഓടുന്ന ചിത്രമാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ചൂസെ നദി കി തരഫ് ദൗഡ് പടേ. നമുക്ക് മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം. മൂന്നാമത്തെ ആക്ടിവിറ്റിയില് സൂചന എന്താണ് കൊടുത്തിട്ടുള്ളത്? കവിതാംശ് പഠേ ഓർ പ്രശ്നോം കെ ഉത്തർ ലിഖേ. പാനി സേ ഹി ഇസ് വസുധ പർ സബ്കാ ജീവൻ ചൽത്താ. 2 വരിയെ തന്നിട്ടുള്ളൂ അല്ലെ. ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ഭൂമി കാ സമാനാർത്ഥക് ശബ്ദ കവിതാംശ് സേ ചുൻകർ ലിഖേ. ഭൂമിയുടെ സമാനാർത്ഥക് ശബ്ദ ഈ 2 വരിയിൽ നിന്ന് എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം ഏതാണെന്ന്. പാനി സേ ഹി ഇസ് വസുധ പർ ഏതാണ്? വസുധ. രണ്ടാമത്തേത് നോക്കൂ. പാനി ജീവൻ കാ ആധാർ ഹെ. പാനി കെ മഹത്വ പർ പോസ്റ്റർ തയ്യാർ കരേ. പാനി ജീവൻ കാ ആധാർ ഹെ. വെള്ളത്തിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടൊരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഒരു ബോക്സ് ഒക്കെ വരച്ച് വെള്ളത്തിന്റെ ഇമ്പോർട്ടൻസിനെ സൂചിപ്പിക്കുന്ന ഒരു ചിത്രമൊക്കെ വരച്ച് അതിന്റെ ഇടയിൽ ഒരു സന്ദേശവാചകവും കൂടി എഴുതണം അല്ലെ. ആ സന്ദേശവാചകം നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ ഈ ക്വസ്റ്റ്യനിൽ എന്നുണ്ട് എന്താണുള്ളത്? പാനി ജീവൻ കാ ആധാർ ഹെ. അതും കൂടി എടുത്ത് എഴുതിയ നമ്മുടെ പോസ്റ്റർ റെഡിയായി. നാലാമത്തെ ആക്ടിവിറ്റി നോക്കാം. ചിത്രക്കെ ആധാർ പർ വാക്യ കി പൂർത്തി കരേ. ചിത്രത്തെ അടിസ്ഥാനമാക്കി ആ സെന്റൻസ് പൂർത്തിയാക്കാനാണ് പറഞ്ഞത്. ചിത്രം നോക്കിയിട്ട് അത് പൂർത്തിയാക്കാം അല്ലെ. നമുക്ക് നോക്കൂ. ബാലുവിന്റെ ചിത്രമാണ് ആദ്യത്തെ കാണുന്നത്. ബാലു കരയാണ് അല്ലെ. അപ്പൊ ഇവിടെ രോത്താഹേന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ വിട്ടുപോയ ഭാഗത്ത് നമ്മൾ എന്താണ് എഴുതുക? ബാലു രോത്താഹേ. ഇനി അടുത്തത് പൂമൊട്ടിന്റെ ചിത്രമാണ് അല്ലെ. അപ്പൊ ഇവിടെ ഖിൽത്താഹേന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഖലി ഖിൽത്താഹേ. പൂമൊട്ട് വിരിയുന്നു. മൂന്നാമത്തെ ഒരു പക്ഷിയാണ് അല്ലെ. പക്ഷി പറക്കുന്ന ചിത്രമാണ്. ഇവിടെ ഉടുത്തി ഹേ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളൊക്കെ എന്ത് എഴുതാം? ചിടിയ ഉടുത്തി ഹേ. പിന്നെ അടുത്തത് ഒരു മയിലിന്റെ ചിത്രമാണ്. നാച്താ ഹേ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ മോർ നാച്താ ഹേ. മയിലിനെ ഹിന്ദിയിൽ എന്താ പറയാ? മോർ. അടുത്തത് ഒരു പപ്പിയുടെ ചിത്രമാണ് അല്ലെ. നായക്കുട്ടിയുടെ ചിത്രമാണ്. പിന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് സോത്താഹേ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഈ നായക്കുട്ടീനെ നമ്മള് എന്താണ് പറയുക? നമ്മള് ഒരു പാഠത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. പില്ല. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? പില്ല സോത്താഹേ. അഞ്ചാമത്തെ ആക്ടിവിറ്റി നോക്കാം. കവിതാംശ് പഠേ ഓർ പ്രശ്നോം കെ ഉത്തർ ലിഖേ. കവിതാംശ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. ചിടിയാ ലിയേ ചോഞ്ച് മേ തിൻകാ ചലി ബനാനെ ഘർ कौन रहेगा उस घर के अंदर चिड़िया के 2 बच्चे होंगे उस घर के अंदर. ഏത് കവിതയാ? നമ്മൾ പഠിച്ച കവിതയല്ലേ ചിടിയാക്കാക്കർ എന്ന കവിതയിലെ കുറച്ച് വരികളാണ് തന്നിട്ടുള്ളത്. ഇനി ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ചിടിയാക്കി ചോഞ്ച് മേ ക്യാ ഹേ. ചിടിയാക്കി ചോഞ്ച് മേ. ചിടിയുടെ ചോഞ്ചില് എന്താണ് പക്ഷി കൊക്കില് കൊണ്ടുപോകുന്നത്? അല്ലെങ്കിൽ എന്താണ് പക്ഷിയുടെ കൊക്കിലുള്ളത്? ചിടിയാലിയെ ചോഞ്ച് മേ തിൻക. എന്താണ്? തിൻക എന്നാണ് ശരിയായ ആൻസർ. രണ്ടാമത്തെ നോക്കൂ. ആശയ് വാലി പങ്ക്തിയാൻ ചുൻകർ ലിഖേ. ചിടിയ തിൻകോം സേ ഘർ ബനാത്തി ഹെ. അപ്പോ ചിടിയ തിൻകോം സേ ഘർ ബനാത്തി ഹെ. ഏതാണ് വരിക? ചിടിയാലിയെ ചോഞ്ച് മേ തിൻക ചലി ബനാനെ ഘർ.
രണ്ടാമത്തെ നോക്കൂ, ഘർ കെ അന്തർ ചിടിയ കെ ബച്ചേ ഹെ. ഏതാണ് വരിക? ഉസ് ഘർ കെ അന്തർ ചിടിയ കെ ദോ ബച്ചേ ഹോങ്കെ. ഇതാണ് ശരിയായ ആൻസർ. ആറാമത്തെ ആക്ടിവിറ്റി, ചിത്ര ദേഖെ ഓർ 5 വാക്യ ലിഖെ. ചിത്രം നോക്കി ഒരു 5 സെന്റൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഉദാഹരണമായിട്ട് ഒരു സെന്റൻസ് കൊടുത്തിട്ടുണ്ട്, ഏ താലാബ് ഹേ എന്ന്. അപ്പൊ ഇത് കൂടാതെ ഒരു 5 സെന്റൻസ് നമ്മൾ എഴുതണം അല്ലേ? അപ്പൊ അത് ചിത്രം നോക്കി നമുക്ക് എഴുതാം. അപ്പൊ ഇതുപോലെ തന്നെ എഴുതാം. ഈ ചിത്രത്തിൽ നമുക്ക് ആരൊക്കെയാണ് കാണുന്നത്? ഒരു മീനിന്റെ ചിത്രം കാണുന്നുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 3 മീനാണ് ഉള്ളത് അല്ലെ? അപ്പൊ നമുക്ക് തീൻ മച്ചലിയാം ഹേ. പിന്നെ മേണ്ടക്ക് ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? യഹ് മേണ്ടക് ഹേ. പിന്നെ ക്രാബ് ഉണ്ട് അല്ലെ? അപ്പൊ യഹ് കേക്കടാ ഹേ. പിന്നെ പൂക്കളുടെ ചിത്രങ്ങൾ ഉണ്ട് അല്ലെ? പിന്നെ ഒരു കൊറ്റിയുടെ ചിത്രം ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് യ ബഗുള ഹേ. ഇപ്പൊ എത്ര സെന്റൻസ് ആയി? 4 സെന്റൻസ് ആയില്ലേ? പിന്നെ ഒരു ബന്ദര കാണുന്നുണ്ട്, യ ബന്ദർ ഹേ, യ പൗധ ഹേ, യ ഫൂൽ ഹേ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സെന്റൻസ് എഴുതാം. പിന്നെ ബാദലിന്റെ ചിത്രമുണ്ട്, യ ബാദൽ ഹേ. അപ്പൊ 5 സെന്റൻസ് ഒക്കെ ഇതെന്ന് ഇഷ്ടം പോലെ നമുക്ക് ഉണ്ടാക്കാം. നിങ്ങൾ 5ാം ക്ലാസ് ആയതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് ആണ് ഇവിടെ ഉണ്ടാക്കി എഴുതിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും നല്ലപോലെ എക്സാം എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.